ഹലോ, ഞാൻ ഇന്നും വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോയുമായിട്ടാണ്. അപ്പോൾ എൻ്റെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ യമ്മി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ബ്രെഡും പാലും ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിഡ്സിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും ഇത്. കിഡ്സിൻ്റെ മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് മിൽക്ക് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ എടുത്ത ബ്രെഡിൻ്റെ കംപ്ലീറ്റ് 4 സൈഡും കൂടി അരിക് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇത് കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല മെൽറ്റായിട്ട് വായിലിട്ടാലങ്ങ് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിക് കട്ട് ചെയ്തത്. അരിക് കട്ട് ചെയ്യാതെയും ഈ സംഭവം റെഡിയാക്കാം. ഞാൻ പിന്നെ അരി കട്ട് ചെയ്താലും എനിക്ക് ആ ബ്രെഡ് വേസ്റ്റ് ആവത്തില്ല. ഞാൻ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ബ്രെഡ് യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്താണേലും അന്ന് അരിക് കട്ട് ചെയ്തിട്ട് ബ്രെഡ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ബട്ടറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ക്യൂബ് ബട്ടർ ചൂടായ പാനിലേക്ക് വെച്ച് കൊടുത്തു. അതിനുശേഷം അരിക് കട്ട് ചെയ്ത ബ്രെഡ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെയർ ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 ബ്രെഡ് എടുത്തിട്ട് മുകളിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അപ്പുറവും ഇപ്പുറവും 2 സൈഡും ആ ബട്ടർ ഒന്ന് എത്തുന്ന രീതിയിൽ പറ്റിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് ബട്ടർ ഒന്ന് മൊരിയട്ടെ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയാണ്. നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ബോംബെ ടോസ്റ്റ്, ഫ്രഞ്ച് ടോസ്റ്റ്, അതിൻ്റെയൊക്കെ ഒരു രീതിയിൽ പെട്ടതാണ്. അതിൻ്റെയൊക്കെ വേറെ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് വളരെ വൈറലായിട്ടുള്ള ഒരു മിൽക്കി ബ്രെഡ് ടോസ്റ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ ഞാൻ ബട്ടർ കുറച്ചും കൂടെയൊക്കെ ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടറിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്. ബട്ടർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ ശ്രമിക്കണേ. പിന്നെ അതിനുശേഷം പിന്നീട് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലിങ്ങനെ അതിൽ സോക്ക് ചെയ്ത് വിടുകയാണ്, ഒഴിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മുകളിലായിട്ടും പാനിലായിട്ടും എല്ലാം ആ ബ്രെഡ് കംപ്ലീറ്റ് പാലിൽ കവറാവുന്ന രീതിയിൽ ഞാൻ പാല് കുറച്ചായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിൻ്റെ ഒപ്പം തന്നെ ബട്ടറും ഞാൻ ഇടയ്ക്ക് പാനിലായിട്ടും ബ്രെഡിൻ്റെ ടോപ്പിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബ്രെഡ് ലെയറാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ബ്രെഡും ബട്ടറും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയും കൂടെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ ബട്ടറും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതുകൊണ്ട്, ബട്ടർ ചേർക്കുന്നത് കൊണ്ടും പിന്നെ പാലിൽ സോക്ക് ചെയ്യുന്നത് കൊണ്ടും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വായിലിട്ടാൽ അലിഞ്ഞു പോകും. ഒരു മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അങ്ങനെ വീണ്ടും പാൽ പറ്റാത്ത ഭാഗങ്ങളിലെല്ലാം ഞാൻ പാല് പറ്റിച്ച് സോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മിൽക്കി ബട്ടർ ഐറ്റം ആയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ ബ്രെഡ് ഇങ്ങനെ സോക്ക് ചെയ്ത് വിടുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ആ ബ്രെഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പാലും ബട്ടറും എല്ലാം അബ്സോർബ് ചെയ്തോളുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് പ്രസ് ചെയ്ത് ഒരു സ്പൂണും വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പാനിൽ കിടക്കുന്ന കംപ്ലീറ്റ് ബട്ടർ മിൽക്ക് ആ ഒരു ഐറ്റം സോക്ക് ചെയ്തോളും. നമ്മുടെ ബ്രെഡ് അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തോളും കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് എത്രത്തോളം ബ്രെഡ് സോഫ്റ്റ് ആകണമോ നമ്മൾ അത്രത്തോളം പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് പാലൊക്കെ ഒഴിച്ചുള്ളൂ, പാനിൽ മാത്രമേ പാലൊഴിച്ചുള്ളെങ്കിൽ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളെന്ന് പറയുന്നത് സോക്കായി കിട്ടത്തില്ല, ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു പുഡിങ് പരുവത്തിന് നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകണം. അപ്പോൾ ആ ഒരു രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒള്ളി ബ്രെഡ്, ബട്ടർ, മിൽക്ക്, ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഐറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നല്ല സോക്കായിട്ടുണ്ട്, വളരെ ടേസ്റ്റി ആയിട്ട് വളരെ യമ്മി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാനിൽ കുറച്ച് പാലും കൂടി ഉണ്ടായിരുന്നു, ബട്ടർ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ എന്ത് ചെയ്തു, പാനിൽ നിന്ന് ആ ബ്രെഡിൻ്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കയ്യിൽ ഓർഗാനിക് ഹണി ഉണ്ട്. അപ്പോൾ ഇത് വളരെ
അടിച്ചിരുന്ന അടിപൊളിയായിട്ടുള്ള ഹണിയാണ്, വേറെ ഒന്നും ആഡ് ചെയ്യാത്ത, പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത ഓർഗാനിക് ഹണിയാണ്. അപ്പോൾ ഞാനിത് ഹണി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മേപ്പിൾ സിറപ്പാണോ, അതുപോലെ തന്നെ മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ന്യൂട്ടല്ല ആഡ് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഓപ്ഷൻ. ഇപ്പോൾ പഞ്ചസാരയാണോ ഉള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഹണിയാണ്, ഓർഗാനിക് ഹണിയാണ്. പിന്നെ അതിന് ശേഷം പിന്നെ എൻ്റെ കയ്യിൽ വാനില ഐസ്ക്രീം ഉണ്ടായിരുന്നു, അത് ഞാനൊരു സ്കൂപ്പ് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു സ്പൂണിലങ്ങ് ടോപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള ഐസ്ക്രീമും. പിന്നെ ഇതിൽ ബട്ടർ സ്കോച്ചൊക്കെ വയ്ക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. എന്ത് ഐസ്ക്രീം ഉണ്ടോ ആ ഐസ്ക്രീമൊക്കെ വെക്കാം. പിന്നെ ഐസ്ക്രീമൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതിന് ശേഷം പിന്നീട് ഞാൻ അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഹണി ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈറലായിട്ടുള്ള മിൽക്കി ബ്രെഡ് ടോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വായിലിട്ടെങ്കിൽ അങ്ങ് അലിഞ്ഞു പോകും. കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങിക്കും. പിന്നെ ഇതിൽ ഞാൻ ഒരു അല്പം പോലും വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല, ബട്ടറിലാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ പഞ്ചസാരയൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഓർഗാനിക് ഹണിയും കുറച്ച് ഐസ്ക്രീമുമാണ് ഇതിലത്തെ മധുരം എന്ന് പറയുന്നത്. ഇതൊരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുന്നു പറയാൻ കാരണം ഞാൻ ആ മിൽക്ക് ബട്ടർ ആ ഒരു സംഭവം സോക്ക് ചെയ്ത് കണ്ടായിരുന്നല്ലോ ബ്രെഡിലേക്ക്, അതുകൊണ്ടാണ് കേട്ടോ. ഇതൊരു ബ്രെഡ് പുഡിങ് പോലെ ഇരിക്കും, നമുക്ക് കഴിക്കുമ്പോൾ ഒരു ബ്രെഡ് പുഡിങ് പോലെ ഇരിക്കും. അങ്ങനെ നല്ല ചൂട് സോക്ക് ചെയ്ത ബ്രെഡ്, പാലിലും ബട്ടറിലും സോക്ക് ചെയ്ത ബ്രെഡും ഹണിയും ഐസ്ക്രീമും എല്ലാം ചേർത്തിട്ട് വായിലിടുമ്പോഴത്തേനും അടിപൊളിയാണ് കേട്ടോ. ആ ഒരു മിക്സ്ഡ് ടേസ്റ്റ്, ആ ബട്ടറിൻ്റെയൊക്കെ ഫ്ലേവർ ഒരു രക്ഷയില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഐറ്റം കണ്ടപ്പോഴത്തേനും കൊച്ചടുത്ത് വന്നിരിപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്പൂൺ അവൾക്ക് തന്നെയാണ്, ആദ്യത്തെ ബൈറ്റ് അവൾക്ക് തന്നെ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവൾക്ക് കൊടുക്കുകയാണ്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്, മസ്റ്റായിട്ട് ട്രൈ ആണ്. പിന്നെ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ആ ചൂട് ബ്രെഡിൽ നിന്ന് ആ ഒരു ഐസ്ക്രീം ഇങ്ങനെ മെൽറ്റായി ഇറങ്ങും, പിന്നെ ഹണിയും ഇങ്ങനെ മെൽറ്റായി ഇറങ്ങും, എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കഴിക്കണം കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അടിപൊളിയായിട്ടുള്ള എൻ്റെ ഈ ഒരു മിൽക്കി ബ്രെഡ് ടോസ്റ്റ്, ബ്രെഡ് വെച്ചിട്ടുള്ള ഈ വായിലിട്ട് അലിഞ്ഞു ഒരു രക്ഷയില്ല. റെഡിയാക്കാനായിട്ട് ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട അല്ലേ. അപ്പോൾ ഇത് ദുബായിലൊക്കെ പല ഷോപ്പുകളിൽ ഇത് കിട്ടും, ഭയങ്കര ഹൈ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ വീട്ടിൽ റെഡിയാക്കാം.